കൊച്ചിയിൽ മാത്രമല്ല പ്രശ്നം, കോഴിക്കോട്ടും മഴ തന്നെയാണ്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെ വെള്ളം കയറി. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് വെള്ളം കയറിയത്. കോഴിക്കോട്ട് നിന്ന് രാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെള്ളം കയറിയത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ പ്രതിസന്ധിയിലാക്കി. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വലിയ അളവിൽ വെള്ളം കയറിയത്. മുൻകാലങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ ചെറിയ അളവിലൊക്കെ വെള്ളം കയറാറുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ സമയം നിർത്താതെ മഴ പെയ്ത സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് വെള്ളം കയറി. കുട്ടികളുടെ വാർഡുകളിൽ ICUവിലൊക്കെ വെള്ളം കയറിയത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്, പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. നമ്മളിൽ കാണുന്നത് കുട്ടികളുടെ നിരീക്ഷണ മുറിയാണ്. ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള തീവ്ര ശ്രമം ജീവനക്കാർ നടത്തി വരികയാണ്. ആശുപത്രിക്ക് അകത്ത് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ജീവനക്കാർ ഈ വിധത്തിലുള്ള പ്രവൃത്തിയും നടത്തി വരികയാണ്. അങ്ങനെ കഴിയുന്നതും വേഗത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വാർഡുകളിൽ വെള്ളം കയറി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ICUവിൽ വെള്ളം കയറി. ഇപ്പോൾ ഈ വാർഡുകളുണ്ടായിരുന്ന കുട്ടികളെയും കൂട്ടിരിപ്പുകാരുമൊക്കെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗത്തും അതിശക്തമായ മഴയാണ് പെയ്തത്. അത് നഗര മലയോര വ്യത്യാസമില്ലാതെ ശക്തമായി തന്നെ മഴ പെയ്തു. വിധത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. മെഡിക്കൽ കോളേജിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. വലിയ തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടാറ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നു. കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണ്. അങ്ങനെ ഒരുപാട് രോഗികൾ, കൂട്ടിരിപ്പുകാർ എല്ലാവരും തന്നെ ഉണ്ട്. അവരൊക്കെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മഴ പെയ്തത്, ശക്തമായി മഴ പെയ്തത് ഉണ്ടാക്കി. നിങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ? നേരത്തെ ഉണ്ടായിരുന്നു. വെള്ളം കയറിയ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 2-3 ദിവസം ഇവിടെ ഉണ്ട്. ആരുള്ള ഇവിടെ? എൻ്റെ വൈഫാണല്ലോ. 2 ദിവസമായിട്ട് ലാബ് റൂമിലുള്ളൂ. നാളെ ഇപ്പം ഓപ്പറേഷനൊക്കെ വേണ്ടി വരും. അപ്പം നമ്മളെ കിടപ്പാടും തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ പുറത്താ കിടക്കുന്നത്. അവിടെയൊക്കെ ഫുള്ള് വെള്ളം. അവിടെ വെള്ളം കുറഞ്ഞതാണ്. നേരത്തെ ഒക്കെ ഫുള്ള് വെള്ളമായിരുന്നു. പായൊക്കെ ഫുള്ള് വെള്ളത്തിൻ്റെ മേലെയായിരുന്നു. ഇനി ഒരു മഴ കൂടിയും പെയ്താൽ അപ്പോൾ പറയാം അവസ്ഥ. ഇവിടെ അകത്ത് ഉണ്ടായ ആളുകളുണ്ടോ വെള്ളം കയറിയപ്പോൾ? അകത്തല്ലായിരുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ പുറത്ത് നിൽക്കാനുള്ള അവസ്ഥ. ഇവിടെ നിൽക്കാനും സെക്യൂരിറ്റിക്കാർ സമ്മതിക്കുന്നില്ല. ഇവിടുന്ന് ഓടിക്കാൻ ഇവിടുന്ന് ഓടുക. എന്തെങ്കിലും ഡോക്ടർമാർ വിളിച്ച സമയത്താണ് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്ന് പോയേക്കാണ്. ഇപ്പോൾ നമുക്ക് കിടക്കാൻ പറ്റാത്തൊരു കോലത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഈ ആണുങ്ങൾ മുഴുവൻ നിൽക്കുന്നതാണ്. സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങളെ ഓടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ചെയ്യാന്നുള്ളൊരു കോലമില്ലാത്ത ഇതിലാണിപ്പോൾ. ഇവിടെ നിൽക്കാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ പായിപ്പിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഈ എവിടുക്കെന്ന് വെച്ചിട്ട് പോയി നേരത്ത് ഡോക്ടർ വിളിച്ചാലും പോകാൻ പറ്റും. ആ ഒരു കോലാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള. വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ വാർഡിനകത്തുണ്ടായിരുന്ന കുട്ടികൾ, രോഗികൾ, കൂട്ടിരിപ്പുകാർ അവരെയൊക്കെ മറ്റു വാർഡിലേക്ക് മാറ്റി. പുറത്തുള്ള ആളുകളുടെ സ്ഥിതിയാണ്. മഴയത്ത് നനയുന്ന വിധത്തിൽ പായൊക്കെ വിരിച്ചാണ് ഇരിക്കുന്നത്. ഈ മഴ പെയ്തത് ഏത് വിധത്തിലാണ് ബുദ്ധിമുട്ടായത്? എന്താ മഴയുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ബുദ്ധിമുട്ടായില്ലേ? നല്ല ബുദ്ധിമുട്ടായിരുന്നു. മഴ നല്ല വെള്ളമായിരുന്നു. പ്രളയം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? അങ്ങനെ ആശുപത്രിയിൽ ആരാ ഉള്ളത്? വൈഫുണ്ട്. ഒത്തിരി വൈഫുമാരുണ്ട് പലരും ഇവിടെ. അതിന് ബുദ്ധിമുട്ടായിരുന്നു വെള്ളം. അകത്തേക്ക് വെള്ളം കയറിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ റൂമുകളിലും വെള്ളം കയറി. പിന്നെ അപ്പോൾ ആ ടൈമിനും സിസ്റ്റേഴ്സൊന്നും രംഗത്ത് വന്നില്ല. ഇവിടെയുള്ള ജനങ്ങൾ കയറിയാണ് ക്ലീനാക്കിയത്.